ചിങ്ങമാസത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നക്ഷത്രജാതകർ അവരുടെ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തുക. ഈ പറയുന്ന നക്ഷത്രജാതകർക്കൊക്കെയും ഒരു ഭാഗ്യ നമ്പറുണ്ട്. ഇവരുടെ ജീവിതം വഴിമാറുന്ന സമയമാണ്. ജീവിതത്തിലെ ഒരു ഉയർച്ചയുടെ കാലഘട്ടം. എത്ര താഴെത്തട്ടിലാണെങ്കിലും ഈ നക്ഷത്രജാതകർ ഇനി വലിയ നേട്ടത്തിലേക്ക് എത്തും. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. ഈ നക്ഷത്രജാതകർ ഇവർക്കൊരു ഭാഗ്യ നമ്പറുണ്ട്. ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യം കടാക്ഷിക്കുന്ന ആ നമ്പർ ഇവർ അറിയണം. എങ്ങനെയാണ് ഒരു ഭാഗ്യ നമ്പർ അറിയുക? എല്ലാവരുടെയും ഭാഗ്യ നമ്പർ ഒരു ഒറ്റയക്ക നമ്പർ തന്നെയായിരിക്കും. ഒന്നുകിൽ അത് 1, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, 9, അങ്ങനെ ഏതെങ്കിലും ഒരു അക്കമായിരിക്കും. അപ്പോൾ അത് തന്നെയാണോ ഭാഗ്യ നമ്പർ? എങ്ങനെയാണ് ഞാൻ ഭാഗ്യ നമ്പർ കണക്കാക്കി ഒരു ലോട്ടറി എടുക്കുക? നമ്മുടെ ലോട്ടറി നമ്പർ ഉണ്ടല്ലോ, ആ ലോട്ടറി നമ്പറുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ഇരട്ടയക്കം കിട്ടും, അല്ലെങ്കിൽ ഒരു 3 അക്ക നമ്പർ കിട്ടും. ഇത് വീണ്ടും ഒന്ന് കൂട്ടുക. അങ്ങനെ ലഭിക്കുന്ന നമ്പറിനെ നമ്മൾ ഒറ്റ നമ്പറായി കണക്കാക്കുക. അങ്ങനെ നമുക്കൊരു ഒറ്റ നമ്പർ ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് തന്നെയാവും നമ്മുടെ ഭാഗ്യ നമ്പർ. ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ലോട്ടറി ഭാഗ്യം തേടി വരുന്ന ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം ഓണത്തിന് മുമ്പ് തന്നെ ഭാഗ്യം കടാക്ഷിക്കുന്ന ബമ്പർ പ്രൈസൊക്കെ അടിക്കാൻ യോഗം വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കൂടിയാണ്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മീനക്കൂറിലെ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും തന്നെയാണ്. ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് മുൻപ് ഒരു ഭാഗ്യക്കുറി അടിക്കുക എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരുപക്ഷെ മീനക്കൂറിലെ ഉത്രട്ടാതിക്കും രേവതിക്കും പൂരുരുട്ടാതിക്കും ഒരു ഭാഗ്യം കടാക്ഷിച്ചാലോ? ഞാനങ്ങനെ കാണുന്നു. തീർച്ചയായും ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗമുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് പ്രൈസ് ഒരെണ്ണമേ കാണുകയുള്ളൂ എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു നക്ഷത്ര ജാതകനായിരിക്കാം അതടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടാകാം. നമ്മുടെ സമയം നല്ലതാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു ഭാഗ്യം നമ്മളെ തേടി വരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകരിൽ ഉത്രട്ടാതിയുടെ ഭാഗ്യ നമ്പർ 7, രേവതിയുടെ ഭാഗ്യ നമ്പർ 9, പൂരുരുട്ടാതിയുടെ ഭാഗ്യ നമ്പർ 5 വൃശ്ചികക്കൂറിലെ അനിഴത്തിൻ്റെ ഭാഗ്യ നമ്പർ 7, തൃക്കേട്ടയുടെ ഭാഗ്യ നമ്പർ 3 തീർച്ചയായും ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കുവാനും നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു യോഗം വന്നു ചേരും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കൂ. ഇനി നിങ്ങൾക്ക് വന്നു ചേരുന്നത് അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയുമായ ഒരു കാലഘട്ടം തന്നെയാണ്. ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന, ആരുടെ മുമ്പിലും തലകുടിക്കേണ്ടി വരാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ സ്വന്തമാക്കാൻ കുതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. വീടെന്ന സ്വപ്നം, വാഹനമെന്ന സ്വപ്നം, പണമെന്ന സ്വപ്നം, ഇതൊക്കെ നടക്കും, ഉറപ്പായും നടന്നിരിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടക്കും. ഇതിനെക്കൂറിലെ മകീരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർക്കും ഒരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ലോട്ടറി അടിക്കും, വലിയ വീട് വെക്കും, വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. ഏതൊരു വിദേശ രാജ്യത്തേക്കാണോ നിങ്ങൾ പോകാൻ കൊതിച്ചത് അവിടെയൊക്കെ പോകാൻ നിങ്ങൾക്ക് സാധ്യമാകും. നല്ലൊരു ഭാഗ്യം, നല്ലൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സമ്പൽ സമൃദ്ധിയും ഇനിയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഭാഗ്യമാണ്. ഇനി നമുക്ക് ഇവരുടെ ഭാഗ്യ നമ്പർ അറിയാം.
കാർത്തികയുടെ ഭാഗ്യ നമ്പർ 7 രോഹിണിയുടെ ഭാഗ്യ നമ്പർ 5 മകയിരത്തിൻ്റെ ഭാഗ്യ നമ്പർ 1. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏതാണ് എന്ന്. മകയിരത്തിൻ്റെ ഭാഗ്യ നമ്പർ 1, തിരുവാതിരയുടെ ഭാഗ്യ നമ്പർ 7, പുണർത്തത്തിൻ്റെ ഭാഗ്യ നമ്പർ 5. തീർച്ചയായും ഭാഗ്യക്കുറി അടിക്കുവാനൊക്കെയുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്ര ജാതകർ മേടക്കൂറുകാരാണ്. അവർക്കും ഒരു വലിയ ധന അഭിവൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നിറവേറും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെത്തും. ഇനി കാത്തിരിക്കുന്നത് സൗഭാഗ്യമഴയാണ്, പണപ്പെരുമഴയാണ്. ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം, കൊതിച്ചതൊക്കെ നേടുന്ന സമയം. അങ്ങനെ അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നല്ലതുകൾ സംഭവിക്കട്ടെ, നല്ലതുകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.